കോറോ ഹെൽത്ത് പിരിച്ചുവിടലിൽ അനുരഞ്ജന ചർച്ച അനിശ്ചിതത്വത്തിലായി. കമ്പനി അധികൃതരുടെ നിസ്സഹകരണമാണ് തൊഴിൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കേണ്ട ചർച്ച അനിശ്ചിതത്വത്തിലാക്കിയത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാകരുതെന്ന് എ റഹീം എംപിയും ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അർച്ചന ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അർച്ചന, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ലേബർ കോഡ് നടപ്പിലാക്കി തുടങ്ങിയോ? ലേബർ കോഡിൻ്റെ ചുവട് പിടിച്ച് ആദ്യത്തെ കൂട്ടപ്പിരിച്ചുവിടൽ കൊച്ചിയിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് ഒറ്റ ദിവസം കൊണ്ട് 800ഓളം തൊഴിലാളികളെ പിരിച്ചുവിട്ടത്. സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് നാളെ വിളിച്ച ചർച്ചയിൽ കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്താണ് നിലവിൽ ഈ കമ്പനി അധികൃതർ പറയുന്നത്? ഒപ്പം തന്നെ പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികളുടെ അടുത്ത നീക്കം എന്താണ്? സിജു, പൂർണ്ണമായും പെരുവഴിയിലായിരിക്കുകയാണ് ഈ തൊഴിലാളികൾ. അതിലേറ്റവും പ്രധാനമായും യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇവരെല്ലാം കൂട്ടത്തോടെ പിരിച്ചുവിട്ടത് എന്താണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ കമ്പനി അധികൃതർ ഒരു തരത്തിലും ഇവരെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ എന്താണെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അതുതന്നെയാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നത്. നാളെയാണ് ഈ സംസ്ഥാന ലേബർ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗം. അത് ഒത്തുതീർപ്പിനുള്ള യോഗമാണ്. അതിൽ പ്രധാനമായും കമ്പനി അധികൃതർ ഒപ്പം ഈ തൊഴിലാളികൾ, ലേബർ കമ്മീഷന്റെ ആളുകൾ ഒക്കെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത്. പക്ഷേ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുമോ എന്ന് യാതൊരു തരത്തിലുള്ള അറിയിപ്പോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കോ ഇതുവരെ മുതിർന്നിട്ടില്ല. അവർ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ഈ 2 മാസത്തെ ശമ്പളം മുൻകൂറായി ഇവർക്ക് ലഭിക്കുകയും ഒപ്പം ഇവരെ പിരിച്ചുവിട്ടതായിട്ടുള്ള ഇമെയിൽ സന്ദേശം എത്തുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് ഈ തൊഴിലാളികൾ ഉറപ്പിച്ചത് ഇത്തരത്തിൽ ഈ പിരിച്ചുവിടലുമായി ഇവർ മുന്നോട്ട് പോവുകയാണ് എന്ന് മനസ്സിലാക്കിയത്. നേരത്തെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അന്ന് ചർച്ച നടന്നപ്പോൾ ഇത്തരത്തിൽ ഈ പിരിച്ചുവിടൽ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാം അല്ലെങ്കിൽ ഈ ചർച്ച നടത്തുന്നവരെ മരവിപ്പിക്കാം എന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ ലംഘിച്ചാണ് ഈ തുടർ നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് തൊഴിലാളികളെ സംബന്ധിച്ച് മുന്നോട്ടിനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ എന്തായാലും നീതി നടപ്പാക്കുന്നത് വരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതിന് പൂർണ്ണമായി പിന്തുണ നൽകാൻ തൊഴിലാളി സംഘടന കൊണ്ടുള്ള CRT ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകളുടെ എല്ലാം തന്നെ പിന്തുണ ഇവർക്ക് പൂർണ്ണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും തന്നെയാണ് തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 900ഓളം വരുന്ന തൊഴിലാളികളാണ് കൊച്ചിയിലും കോഴിക്കോടുമായി ജോലി ചെയ്തത്. അതിൽ 300-ലധികം കോഴിക്കോടും ഒപ്പം 500-ലധികം ആളുകൾ കൊച്ചിയിലുമാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല, പുറത്തു നിന്നുള്ള ആളുകളുണ്ട്. കേരളത്തിൽ മാത്രമുള്ള ആളുകളല്ല, പലരും പുറത്തു നിന്നെത്തി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പൂർണ്ണമായും പെരുവഴിയിൽ ആയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യമൊക്കെ ഇവരെ സംബന്ധിച്ചുണ്ട്. അതേസമയം തന്നെ അധികൃതർ നിലവിൽ ഈ 2 സ്ഥലങ്ങളിലുമായി, അതായത് കോഴിക്കോടും എറണാകുളവുമായി മൊത്തം 900ഓളം ജീവനക്കാരുണ്ടെന്നാണല്ലോ അർച്ചന പറഞ്ഞത്. അതിൽ 800 പേർക്കാണ്, അതായത് കോഴിക്കോടും കൊച്ചിയിലുമായി 800 പേർക്കാണ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇനി കേവലം അവശേഷിക്കുന്നത് 100 പേർ മാത്രമാണ്. എന്താണ് ഈ കമ്പനി പറയുന്നത്? നഷ്ടത്തിലാണെന്നുള്ള അർത്ഥത്തിലാണല്ലോ പറയുന്നത്, അതുകൊണ്ട് പിരിച്ചുവിട്ടു എന്നാണല്ലോ പറയുന്നത്. അതിൽ യാഥാർത്ഥ്യമുണ്ടോ? തീർച്ചയായും അവർ അത്തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് ഈ തൊഴിലാളികളോട് പറഞ്ഞത്. അതായത് കമ്പനി നഷ്ടത്തിലാണ്. പക്ഷേ തൊഴിലാളികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കമ്പനി നഷ്ടത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ 2 മാസത്തെ തുക അത് മുൻകൂറായി ഈ കമ്പനിക്ക് നൽകാൻ കഴിയുക? ഒപ്പം എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഈ മറ്റ് സ്ഥലങ്ങൾ, അതായത് ഹൈദരാബാദ്, ബാംഗ്ലൂർ പോലത്തുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ഒരു റിക്രൂട്ട്മെന്റ് അവർ നടത്തുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലായി റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമോ എന്നൊരു ചോദ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തീർത്തും തെറ്റായ അല്ലെങ്കിൽ കമ്പനി അധികൃതരുടെ വെറും ഒരു ന്യായീകരണമാണ് എന്നത് മാത്രമാണ് തൊഴിലാളികൾ പറയുന്നത്. പലയിടങ്ങളിലായി കമ്പനികൾ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. മാത്രമല്ല, വലിയ രീതിയിലുള്ള തൊഴിൽ ചൂഷണം ഈ കമ്പനിയിൽ നടക്കുന്നുണ്ട് എന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട്. കേരളത്തിലെ തൊഴിലാളികൾ അതിൽ കൃത്യമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊഴിൽ ചൂഷണത്തിനെതിരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ പലപ്പോഴും ഇവർക്ക് പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട്. മറ്റിടങ്ങളിൽ ഈ തൊഴിൽ ചൂഷണങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. അതിപ്പോൾ ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങിയ പലയിടങ്ങളിലായിട്ടാണ്. ഇപ്പോൾ യു പിയിലാണ് ഇതിൻ്റെ അധികൃതർ, അതായത് കമ്പനി അധികൃതരൊക്കെ പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണെങ്കിലും ഇതിൻ്റെ ഈ കേരളത്തിലും ഒപ്പം ഇന്ത്യയിലുമൊക്കെയുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിപ്പുകാർ യു പിയിലുള്ള ആളുകളാണ്. അവരാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ചർച്ചയൊക്കെ നടത്തിയത്. പക്ഷേ അവർ ആ ചർച്ച കഴിഞ്ഞ ഉടൻ തന്നെ അവർ ചെന്നൈയിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നാണ് തൊഴിലാളികൾ പറഞ്ഞത്. പിന്നീട് ഒരു തരത്തിലും ഇവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ ഈ തൊഴിലാളികളോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതരാരാണ്, ബന്ധപ്പെട്ടവരാരാണ് എന്നൊന്നും ഈ കമ്പനി വ്യക്തമാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആശങ്കയിലായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിൽ എന്തെങ്കിലും തരത്തിൽ